പാമ്പുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ ഓടിയെത്തുന്നത് പത്തി പടർത്തേക്കുന്ന മൂർഖനും പേടിപ്പെടുത്തുന്ന അണലിയൊക്കെ ആയിരിക്കുമല്ലേ. എന്നാൽ കാണാൻ വളരെ ഭംഗിയുള്ള പലതരത്തിലുള്ള പാമ്പുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. അതിലൊരു വിഭാഗമായിട്ടുള്ള പവിഴപ്പാമ്പുകൾ അല്ലെങ്കിൽ കോറൽ സ്നേക്സ് എന്ന പാമ്പുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റാണ്. ഇന്ത്യയിലെ പല കാടുകളിലും ഞാൻ നാച്ചുറലിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന പവിഴപ്പാമ്പുകളെ കുറിച്ചാണ്. അപ്പോൾ പവിഴപ്പാമ്പുകൾ നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാമ്പുകളാണ്. ചിലപ്പോൾ കറുത്ത നിറത്തിലും ചുവപ്പ് നിറത്തിലും ഒക്കെ നല്ല നീളമുള്ള വണ്ണം കുറഞ്ഞിട്ടുള്ള നല്ല നീളമുള്ള വിഷപ്പാമ്പുകളാണിത്. ഇതിൻ്റെ തലയ്ക്ക് നല്ല വലുപ്പം കുറവായിരിക്കും. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇതിനെ കണ്ടിട്ടില്ല. ഏകദേശം 10-15 വർഷം ഇന്ത്യയിലെ പല കാട്ടിലൂടെ കയറി നടത്തിയിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കോവിഡ് കഴിഞ്ഞ സമയത്ത് ഞങ്ങളൊരു ട്രിപ്പ് പോയി മൂന്നാറിൽ പോയ സമയത്ത് അവിടെ ഒരു കാർഡമം എസ്റ്റേറ്റ്, നമ്മുടെ ഏലത്തിൻ്റെ എസ്റ്റേറ്റ് നിൽക്കുമ്പോഴത്തേക്കിന് ഞങ്ങൾക്കൊരു പാമ്പിനെ കാണാൻ പറ്റി, ഈ പവിഴപ്പാമ്പിനെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നല്ല ബ്രൈറ്റ് നല്ല റെഡ് കളറിലോട്ടുള്ള വളരെ നീളമുള്ളൊരു പാമ്പ്, അതിൻ്റെ ദേഹത്തൊക്കെ കറുപ്പ് വരെയുള്ള ഒരു സ്ട്രൈപ്ഡ് കോറൽ സ്നേക്സ് എന്ന് പറയുന്ന വരയൻ പവിഴപ്പാമ്പിനെയാണ് ഞങ്ങൾക്ക് ഒന്നുകൂടെ കാണാൻ പറ്റിയത്. അതിനുശേഷം ഞാനിപ്പോൾ വയനാട്ടിലാണ് ജോലി ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ കുറേ പ്രാവശ്യം പവിഴപ്പാമ്പുകളെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇന്ത്യയിൽ നമുക്ക് 7 ഇനം പവിഴപ്പാമ്പുകളുണ്ട്. കേരളത്തിൽ നമുക്ക് 4 സ്പീഷീസിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ബെഡോംസ് കോറൽ സ്നേക്ക്, ബിബ്രോൺസ് കോറൽ സ്നേക്ക്, സ്ലെൻഡർ കോറൽ സ്നേക്ക്, സ്ട്രൈപ്പ് കോറൽ സ്നേക്ക്, ഇങ്ങനെ 4 സ്പീഷീസ് പവിഴപ്പാമ്പുകളാണ് കേരളത്തിൽ കണ്ടിട്ടുള്ളത്. കലിയോഫിസ് എന്ന് പറഞ്ഞൊരു ജനുസിലാണ് കേരളത്തിലുള്ള ഈ പവിഴപ്പാമ്പുകളൊക്കെ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതൊരു ഗ്രീക്ക് വാക്കാണ്. കലിയോഫിസ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ സ്നേക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള പാമ്പുകൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഒരു പക്ഷേ നല്ല കറുപ്പും ചുവപ്പും നിറങ്ങളൊക്കെ ആയിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ഉള്ളതുകൊണ്ടായിരിക്കാം ഈ ജനുസിന് ഇങ്ങനെ പേരിട്ടിരിക്കുന്നത്. ഇതിൻ്റെ നിറം എന്ന് പറയുന്നത് പ്രിഡേറ്റേഴ്സിനുള്ളൊരു വാണിംഗ് ആണ്. എൻ്റെ അടുത്ത് വരരുത്, എനിക്ക് വിഷമുള്ള പാമ്പാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ പാമ്പുകളൊക്കെ നല്ല ബ്രൈറ്റ് കളേഴ്സിലായിരിക്കുന്നത്. നമുക്കിവിടെ പ്രത്യേകതകൾ ഓരോന്നായിട്ട് നോക്കാം. ഇത് ആദ്യം തന്നെ ഒരു ഫോസ്ഫോറിൽ പാമ്പെന്നാണ് പറയുന്നത്. ഫോസ്ഫോറിൽ പാമ്പെന്ന് പറയുന്നത് ഇത് മണ്ണിനടിയിലാണ് സാധാരണ കഴിയുന്നത്. മണ്ണിനടിയിൽ നിന്ന് നല്ല മഴയൊക്കെ കഴിയുമ്പോഴത്തേക്കിനാണ് സാധാരണ വെളിയിലോട്ട് വരുന്നത്. നമ്മളിവിടെ കുറേ നാച്ചുറലിസ്റ്റുകളൊക്കെ ഉണ്ട്. അവർ മഴ കഴിഞ്ഞിട്ട് നല്ല വെയിലുള്ള സമയത്ത് ഇലയുടെയൊക്കെ അടിക്കൂടെയൊക്കെ ഇങ്ങനെ ഈ പാമ്പ് ചിലപ്പോൾ നടക്കുന്നത് കാണാൻ പറ്റും. അല്ലെങ്കിൽ പാറകളൊക്കെ ഉണ്ടെങ്കിൽ കല്ലുകളൊക്കെ ഇട്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ചിലപ്പോൾ ഈ പാമ്പിനെ കാണാറുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഏറ്റവും ബെസ്റ്റ് ഇത് കാണാനായിട്ട്. ഇതൊരു പേഴ്സണൽ ഒബ്സർവേഷനാണ് നമ്മുടെ കൂട്ടത്തിലുള്ള നാച്ചുറലിസ്റ്റുകളൊക്കെ. അല്ലെങ്കിൽ ഇതിനെ കണ്ടു കിട്ടാൻ വളരെ പ്രയാസമാണ് ഈ കോറൽ സ്നേക്സിന്. കോറൽ സ്നേക്സ് ഈ പവിഴപ്പാമ്പുകൾ വിഷമുള്ളതാണെങ്കിലും ഇതിൻ്റെ വിഷത്തിന് അത്ര വലിയ പ്രശ്നമില്ല. കാരണം ഇതിന് കടി കിട്ടിയ കുറേ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ പാമ്പിനെക്കുറിച്ച് പഠിക്കുന്നവർക്ക് 1-2 പ്രാവശ്യം കടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് അത്ര മനുഷ്യന് അത്ര ഹാനികരമായിട്ടുള്ള വിഷമല്ല ഇതിനുള്ളത്. എന്നിരുന്നാലും സൂക്ഷിക്കണം. വിഷപ്പാമ്പായ കോറൽ സ്നേക്സിനൊക്കെ അടുത്ത് കണ്ടാൽ പോയി പിടിക്കാനൊന്നും നിങ്ങൾ ശ്രമിച്ചേക്കരുത്. ഇതിൻ്റെ വിഷഗ്രന്ഥിക്കുണ്ട് വളരെ പ്രത്യേകത. ലോകത്തുള്ള വിഷപ്പാമ്പുകളിൽ ഏറ്റവും നീളമുള്ള വിഷഗ്രന്ഥി ഉള്ളത് ഈ പവിഴപ്പാമ്പുകൾക്കാണ്. പ്രത്യേകിച്ച് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെയുള്ള മലയൻ ബ്ലൂ കോറൽ സ്നേക്സ് എന്ന് പറഞ്ഞൊരു പവിഴപ്പാമ്പുണ്ട്. അതിൻ്റെ വിഷഗ്രന്ഥിക്ക് ഏകദേശം 29 സെൻറ്റിമീറ്റർ നീളമുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരീരത്തിൻ്റെ പകുതിയോളം വിഷഗ്രന്ഥിയാണുള്ളത്. നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ മൂർഖനുണ്ട്, അണലിയുണ്ട്, അതിനൊക്കെ ചെറിയ വിഷഗ്രന്ഥികളാണുള്ളത്. തലയ്ക്കകത്ത് തന്നെയാണ്. പൂച്ചക്കണ്ടം പാമ്പും പച്ചിലപ്പാമ്പിനും ഒക്കെ ഇച്ചിരി നീളത്തിലുള്ള വിഷഗ്രന്ഥിയാണുള്ളത്. തലയ്ക്ക് പുറകിലായിട്ട് വരെ വരും. പക്ഷേ ഈ കോറൽ സ്നേക്സിൻ്റെ വിഷഗ്രന്ഥി എന്ന് പറയുമ്പോൾ വളരെ നീളമുള്ളതാണ്. ഒരു പക്ഷേ ഈ വിഷഗ്രന്ഥിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നീളമുള്ള വിഷഗ്രന്ഥി ഉണ്ടാകാൻ കാര്യം ഈ പാമ്പ് കഴിക്കുന്നത് കൂടുതലായിട്ടും കഴിക്കുന്നത് മറ്റു പാമ്പുകളെയാണ്. മറ്റു പാമ്പുകളെയൊക്കെ പിടിച്ചു കഴിയുമ്പോൾ പാമ്പുകൾക്കറിയാലോ, ചിലപ്പോൾ വിഷമുള്ള പാമ്പുകളെയും കഴിക്കാറുണ്ട്. വിഷമുള്ള പാമ്പുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമുള്ള പാമ്പ് മറ്റൊരു വിഷമുള്ള പാമ്പിനെ കടിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ അതിൻ്റെ വിഷമൊന്നും അതിൻ്റെ ശരീരത്തോട് ഏക്കാറില്ല. അതിന് അങ്ങനെ ഒരു കഴിവുണ്ട്. അപ്പം ഈ വിഷമുള്ള പാമ്പുകളെ, കുഞ്ഞു വിഷമുള്ള പാമ്പുകളെയൊക്കെ കടിച്ചു പിടിക്കുന്ന സമയത്ത് കുറേ വിഷം അതിൻ്റെ അകത്തോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ ഇത്ര നീളമുള്ള വിഷഗ്രന്ഥി ഈ കോറൽ സ്നേക്സിനുള്ളത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ നല്ല പാമ്പ് സ്ട്രെസ്സായിരിക്കും. നമ്മൾ ചിലപ്പോൾ ഒരു പവിഴപ്പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന സമയത്ത് പെട്ടെന്ന് അടുത്തോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇവരിങ്ങനെ വാല് ചുരുട്ടിട്ട് വാലിൻ്റെ അറ്റം ഇങ്ങനെ നമ്മളെ കാണിക്കാറുണ്ട്. വാലിൻ്റെ അറ്റത്ത് ചിലപ്പോൾ നല്ല ബ്രൈറ്റായിട്ടുള്ള കളേഴ്സാണ്, റെഡ് കളറോ ബ്ലാക്ക് കളറോ ഓറഞ്ച് കളറോ ഒക്കെ ആയിട്ടുള്ള ആ കളർ നമ്മളെ കാണിക്കാറുണ്ട്, അല്ലെ പ്രെഡേറ്റേഴ്സിനെ കാണിക്കാറുണ്ട്. ഇതൊരു വാർണിംഗ് സിഗ്നലായിട്ടാണ് ഇവർ കാണിക്കുന്നത്. ഞാൻ വിഷമുള്ള പാമ്പാണ്, എൻ്റെ അടുത്തോട്ട് വരരുതെന്നുള്ള ഒരു വാർണിംഗ് ആയിട്ടാണ് ഇവരിത് കാണിക്കുന്നത്. ഇവ പ്രധാനമായിട്ടും മറ്റുള്ള പാമ്പുകളെയാണ് ആഹാരമാക്കാറുള്ളത്. എന്നിരുന്നാലും ഇവർ ചിലന്തികളെ കഴിക്കാറുണ്ട്, ഷഡ്പദങ്ങളെ കഴിക്കാറുണ്ട്, തേളുകളെ കഴിക്കാറുണ്ട്, പഴുതാരയെ കഴിക്കാറുണ്ട്, ഷഡ്പദങ്ങളുടെ മുട്ടകൾ കഴിക്കാറുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഡയറ്റുണ്ട്. എന്നിരുന്നാലും ഇവരുടെ മുഖ്യ ആഹാരം എന്ന് പറയുന്നത് മറ്റുള്ള പാമ്പുകളാണ്. ഇനി നമുക്ക് കേരളത്തിൽ കാണുന്ന 4 പവിഴപ്പാമ്പുകളെ ഒന്ന് പരിചയപ്പെടാം. ആദ്യത്തേത് സ്ലെൻഡർ കോറൽ സ്നേക്ക് അല്ലെങ്കിൽ എഴുത്താണി മൂർഖൻ എന്ന് പറയുന്ന ഒരു പാമ്പാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പവിഴപ്പാമ്പാണ് ഈ എഴുത്താണി മൂർഖൻ. ഇതിന് മൂർഖൻ എന്നൊക്കെ പേരുണ്ടെങ്കിലും അത് മൂർഖനോട് യാതൊരു സാമ്യമില്ല. സെയിം ഫാമിലിയിലാണ് ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതൊരു ബ്രൗൺ കളറിലുള്ള നല്ല നീളമുള്ളൊരു പാമ്പാണ്. അതിൻ്റെ തലയിൽ നല്ല കറുത്ത നിറമുണ്ട്. വാലിൻ്റെ അറ്റത്ത് 2 കറുത്ത പട്ടകൾ കാണാം, വരകൾ കാണാം. ഇത്രയും കണ്ടാൽ നമുക്ക് എളുപ്പത്തിൽ ഇതിനെ തിരിച്ചറിയാൻ പറ്റും. വാലിൻ്റെ അറ്റത്ത് അടിഭാഗത്തായിട്ട്
വെള്ളയോ നീലോ കലർന്ന കളറുണ്ട്, അതിൻ്റെ അടുത്ത് കറുത്ത നിറമുണ്ട്, ഓറഞ്ച് കളറുണ്ട്. ഞാൻ ആ വാലിൻ്റെ പടം ഇടാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ എഴുത്താണി മൂർഖനെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും. ഇതിനെക്കുറിച്ച് പറയുമ്പം ഇതുപോലെ തന്നെ ഇരിക്കുന്ന, പക്ഷേ ഇതിനെ മിമിക്ക് ചെയ്യുന്ന വിഷമില്ലാത്ത വേറൊരു പാമ്പുണ്ട്. ഡെമറൽസ് ബ്ലാക്ക് ഹെഡഡ് സ്നേക്ക് എന്ന് പറയും. എഴുത്താണി ചുരുട്ടെ എന്നാണ് മലയാളത്തിൽ അതിൻ്റെ പേര്. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ എഴുത്താണി മൂർഖനെ പോലെ ഇരിക്കും. ഡെമറൽസ് ബ്ലാക്ക് ഹെഡഡ് സ്നേക്കിൻ്റെ തലയിൽ കറുപ്പ് നിറമുണ്ട്, പക്ഷേ അതിൻ്റെ അകത്ത് ചെറിയ 2 മഞ്ഞ വളയങ്ങൾ കാണാൻ പറ്റും. അതിൻ്റെ ദേഹത്ത് മേളിൽ കൂടെ ഇങ്ങനെ കറുത്ത പൊട്ടുകൾ കാണാം. വാല് വരെയുള്ള ഇങ്ങനെ ഡോട്ടായിട്ട് ഇങ്ങനെ കറുത്ത പൊട്ടുകൾ വാല് വരെ കാണാൻ പറ്റും. അതുപോലെ വാലിൻ്റെ അറ്റത്ത് 2 ബ്രോഡായിട്ടുള്ള കറുത്ത വരകളില്ല. അപ്പോൾ ഇത്രയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് എഴുത്താണി മൂർഖനെയും എഴുത്താണി ചുരുട്ടയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റും. അതിൻ്റെ 2 ഫോട്ടോ ഞാനിവിടെ വെക്കാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും എഴുത്താണി ചുരുട്ടയും എഴുത്താണി മൂർഖനും തമ്മിലുള്ള വ്യത്യാസം. ഈ വിഷമില്ലാത്ത എഴുത്താണി ചുരുട്ട ഈ വിഷമുള്ള എഴുത്താണി മൂർഖനെ അനുകരിക്കുന്നത് ഇതിന് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ പറ്റും. കാരണം ഒരു പ്രിഡേറ്റർ ഒറ്റ നോട്ടം നോക്കുമ്പോഴത്തേക്കിന് അത് കൺഫ്യൂസ്ഡ് ആവും. ഇത് വിഷമുള്ള എഴുത്താണി മൂർഖനാണെന്ന് ഓർത്തിട്ട് ഈ എഴുത്താണി ചുരുട്ടയുടെ അടുത്തോട്ട് ഇത് പോകാറ് പോലുമില്ല. അപ്പം എളുപ്പത്തിൽ അതിന് രക്ഷപ്പെടാൻ പറ്റും. അതിന് പറയുന്ന ഈ മിമിക്രിയുടെ പേര് ബാറ്റീസിയൻ മിമിക്രി എന്നാണ് പറയുന്നത്. ചിത്രശലഭങ്ങളിലും അങ്ങനെ പല ജീവികളിലും ഇങ്ങനെ ഈ മിമിക്രി ഉണ്ടാകാറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് ചെയ്യാം. എന്തെങ്കിലും ഓർക്കണം, ഇത് ഈ വിഷമുള്ള പാമ്പിനെ മിമിക്ക് ചെയ്യുകയാണ് ഈ വിഷമില്ലാത്ത പാമ്പ്. ഈ എഴുത്താണി മൂർഖൻ കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഈ തെക്കൻ ജില്ലകളോട്ടൊന്നും ഇതിനെ കണ്ടിട്ടില്ല. വടക്കൻ ജില്ലകൾ എന്ന് പറയുമ്പം കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട് വരെയൊക്കെയാണ് ഇതിനെ കാണുന്നത്. തെക്കോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്തോ പത്തനംതിട്ടയിലോ കോട്ടയത്തോ ഒന്നും ഇതിനെ കണ്ടെത്തിയിട്ടില്ല. പിന്നെ ഇത് സാധാരണയായിട്ട് വളരെ ഉയരം കൂടിയ മലനിരയിലോട്ടൊന്നും കാണാറില്ല. സമതല പ്രദേശങ്ങളാണ് സാധാരണ കാണുന്നത്. ഇപ്പം വയനാട്ടിലൊന്നും ഈ പാമ്പിനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും അങ്ങ് മധ്യപ്രദേശ് വരെ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പം പവിഴപ്പാമ്പുകളിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളൊരു പാമ്പായിരിക്കും ഈ സ്ലെൻഡർ കോറൽ സ്നേക്സ്. ശ്രീലങ്കയിലും ഈ പാമ്പിനെ കണ്ടെത്തിയിട്ടുണ്ട്. അത് ശ്രീലങ്കയിലുള്ള വേറെ സബ് സ്പീഷീസ് പാമ്പാണ്. ഇത് സാധാരണ കഴിക്കുന്നത് ചെലന്തികളെയും പഴുതാരയും തേളുകളെയും മറ്റ് ഷഡ്പദങ്ങളെയും അതിൻ്റെയൊക്കെ മുട്ടയൊക്കെയാണ് സാധാരണ ഇത് കഴിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ചെറിയ പാമ്പുകളെയൊക്കെ ഇത് കഴിക്കാറുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇത് വിഷമുള്ള പാമ്പാണ് എന്ന് പറഞ്ഞാലും മനുഷ്യർക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല ഇതിന് കടി കിട്ടിയാൽ. അടുത്തത് സ്ട്രൈപ്ഡ് കോറൽ സ്നേക്ക് അല്ലെങ്കിൽ വരയൻ പവിഴപ്പാമ്പ്. ഈ പാമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു 3-4 മോർഫിൽ അല്ലെങ്കിൽ പലതരത്തിലുള്ള കളറിൽ കാണപ്പെടുന്നുണ്ട്. ഒരു മോർഫ് നല്ല ചുവപ്പ് കളറിലാണ്, അതിൻ്റെ ദേഹത്ത് കറുത്ത വരകളുണ്ട്. വേറൊരു മോർഫ് നല്ല തവിട്ട് നിറത്തിലാണ്, അതിൻ്റെ ദേഹത്തും കറുത്ത വരകളുണ്ട്. വേറൊരു മോർഫ് നല്ല ഡാർക്കായിട്ട് നല്ല ഇരുണ്ട തവിട്ട് നിറമുണ്ട്, അതിൻ്റെ ദേഹത്ത് നമുക്ക് കറുത്ത വരകൾ കാണാൻ പറ്റും. പിന്നെ ഒരു മോർഫ് നല്ല കറുത്ത നിറത്തിലാണ്, അപ്പോൾ അതിൻ്റെ ദേഹത്തൊന്നും വരകളോ പൊട്ടുകളോ ഒന്നും കാണാൻ പറ്റില്ല. നല്ല കറുത്ത നിറത്തിലായിട്ടാണ് ആ മോർഫ് കാണുന്നത്. ഇതിൻ്റെയൊക്കെ ഫോട്ടോ ഞാൻ ഇവിടെ ഇടാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇത് സാധാരണ ഉയരമുള്ള പ്രദേശങ്ങളാണ് സാധാരണ കാണപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു 500 മീറ്ററിന് മുകളിലോട്ടാണ് സാധാരണ ഈ പാമ്പിനെ കാണുള്ളൂ. ഇപ്പം വയനാട്ടിലുണ്ട്, ഇത് ഇടുക്കിയിലുണ്ട്, മൂന്നാറിലൊക്കെ ഉണ്ട്. ഞാൻ മൂന്നാറിൽ കണ്ട കഥ ഞാൻ പറഞ്ഞില്ല. മൂന്നാറിൽ കണ്ട സമയത്ത് നല്ല ബ്രൈറ്റ് റെഡ്, നല്ല ചുവപ്പ് കളറിലും അതിൻ്റെ ദേഹത്ത് കറുത്ത വരകളിലും ഒക്കെ ആയിട്ടാണ് ആ പാമ്പിനെ അവിടെയുള്ള മോർഫിനെ കാണുന്നത്. അവിടെയുള്ള നാട്ടുകാരൊക്കെ ഈ പാമ്പിനെ വിളിക്കുന്നൊരു പേരുണ്ട്, നടരാജ് പെൻസിൽ പാമ്പെന്നാണ്. നമുക്കറിയാലോ നടരാജ് പെൻസിൽ പഴയ നമ്മൾ സ്കൂളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള നടരാജ് പെൻസിലിൻ്റെ പ്രത്യേകത നല്ല ചുവപ്പ് കളറും അതിൻ്റെ ദേഹത്ത് കറുത്ത വരയൊക്കെ ഉള്ള അതുപോലെ തന്നെ ഇരിക്കും. കാരണം അത്രയൊക്കെ വണ്ണവും ഈ പാമ്പിന് കാണുള്ളൂ. അപ്പോൾ നാട്ടുകാരൊക്കെ ഇതിനെ വിളിക്കുന്ന പേരാണ് നടരാജൻ പെൻസിൽ പാമ്പെന്നുള്ള. നിങ്ങൾ മൂന്നാറിലും ഇടുക്കിയിലും ഒക്കെ പോയിട്ടുള്ളവരോ അല്ലെങ്കിൽ അവിടെയൊക്കെ താമസിക്കുന്നവരോ നിങ്ങൾ ഈ പാമ്പിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് പറയണേ. മൂന്നാറിലൊക്കെ കാണുന്ന ഈ റെഡ് കളറിലുള്ള മോർഫ് പാമ്പിനെ അനുകരിക്കുന്ന ഒരു കവചവാലം പാമ്പ് അവിടെ തന്നെയുണ്ട്. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ തമ്മിൽ തിരിച്ചറിയാൻ പറ്റത്തില്ല, രണ്ടിനും ഒരേ കളറൊക്കെയാണ്. അപ്പം ഈ കവചവാലം പാമ്പിന് വിഷമില്ല, പക്ഷേ നമ്മുടെ ഈ കോറൽ സ്നേക്സിന് വിഷമുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു പക്ഷേ ഈ വിഷമുള്ള പാമ്പിനെ മിമിക്ക് ചെയ്യുന്ന കവചവാലം പാമ്പ് ആണിത്. വിഷമുള്ള പാമ്പാന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഈ പ്രിഡേറ്റേഴ്സ് ഒന്നും ഈ കവചവാലം പാമ്പിനെ ഉപദ്രവിക്കത്തില്ല. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്കിന് എനിക്ക് രസകരമായിട്ടുള്ളൊരു അനുഭവം കൂടി പറയാനുണ്ട്. ഞാനും എൻ്റെ സുഹൃത്ത് സൂര്യൻ കൂടെ കൂടിയിട്ട് സൗത്ത് ഇന്ത്യൻ വൈൽഡ് ലൈഫിനെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേയേറെ പടങ്ങൾ പല സ്ഥലത്തു നിന്നും കളക്ട് ചെയ്തു, കൂട്ടുകാരോടൊക്കെ ചോദിച്ചു പടങ്ങളൊക്കെ തരാമെന്ന്. അപ്പോൾ മൂന്നാറിൽ കാണുന്ന ഈ കവചവാലം പാമ്പുണ്ട്, ഈ ട്രൈസ്ട്രൈപ്പ് ഷീൽടെയിൽ എന്ന് പറഞ്ഞൊരു പാമ്പ്, പ്ലാറ്റിപ്ലെക്ടൂറസ് ട്രൈലീനിയേറ്റസ് എന്നാണ് അതിൻ്റെ ലാറ്റിൻ നെയിം. ആ പാമ്പിൻ്റെ പടം ഉള്ളത് ലില്ലി മാർഗരറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്താണ്. അപ്പം ലില്ലിക്ക് ഞാൻ മെസ്സേജ് അയച്ചു, ഈ പാമ്പിൻ്റെ പടം ഒന്ന് അയച്ചു തരാമെന്ന്. അപ്പം ലില്ലി എനിക്ക് മെയിലിൽ ഈ പാമ്പിൻ്റെ പടം അയച്ചു തന്നു. ഞാൻ ആ പടം എടുത്ത് നോക്കിയപ്പോഴത്തേക്കിന് ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോഴത്തേക്കിന് ഈ സ്ട്രൈപ്പ് കോറൽ സ്നേക്സ്, ഈ വരയൻ പവിഴപ്പാമ്പ് തന്നെ ആണ്. അപ്പം ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു. ഞാൻ ചോദിച്ച പാമ്പിൻ്റെ പടം അല്ലല്ലോ ലില്ലി അയച്ചു തന്നെ. അപ്പോൾ കുറേ നേരം നോക്കിയിട്ടൊന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്ത് ഈ ഷീൽടെയിൽസിനെ കവചവാലം പാമ്പിനെ കുറിച്ച് പഠിക്കുന്ന നമ്മുടെ സുഹൃത്തുണ്ട്, വിവേക് ഫിലിപ്പ് സിരേക്ക് എന്ന് പറഞ്ഞ്. വിവേക് ഫിലിപ്പ് സിരേക്കിന് ഈ പടം അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ പാമ്പ് തന്നെയാണോ, ഞാൻ ചോദിച്ചത് ഈ ഷീൽടെയിലിൻ്റെ പടമാണ്, പക്ഷേ ഇവരെനിക്ക് അയച്ചു തന്ന കോറൽ സ്നേക്സിൻ്റെ പടമാണ്. അപ്പോൾ വിവേക് നോക്കിയിട്ട് പറഞ്ഞു, ഇത് ആക്ച്വലി ഷീൽടെയിലാണ്, ഇത് കോറൽ സ്നേക്കിനെ മിമിക്ക് ചെയ്യുന്ന
ആ കവചവാലം പാമ്പാണെന്ന് എനിക്ക് പറഞ്ഞു തന്നു. അപ്പം വിവേക് പറഞ്ഞത് അതിൻ്റെ തല ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തലയിൽ നല്ല പ്രോപ്പറായിട്ടുള്ള ബ്ലാക്ക് മാർക്കിംഗ് ഇല്ല ഈ കവചവാലം പാമ്പിന്. അതുപോലെ തന്നെ ഇതിൻ്റെ വാലിന് നീളക്കുറവാണ്. ഇതാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ്. വാല് നോക്കിക്കഴിഞ്ഞാൽ അത്രയും നമുക്കറിയാമല്ലോ, കോറൽ സ്നേക്സിൻ്റെ ഒക്കെ വാലിന് അത്യാവശ്യം നീളമുണ്ട്, പക്ഷേ ഇതിന് വാലിന് നീളക്കുറവാണ്. പക്ഷേ ഇതിൻ്റെ ഒറ്റ നോട്ടത്തിൽ ദേഹം കണ്ട നല്ല ചുവപ്പ് നിറമാണ്, 3 കറുത്ത വരയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ കോറൽ സ്നേക്കിനെ പോലെ ഇരിക്കും. ഞാൻ പോലും കൺഫ്യൂസ് ആയിപ്പോയി ഇതിനെ കണ്ടപ്പോഴത്തേക്കിന്. അടുത്തത് ബിബ്രോൺസ് കോറൽ സ്നേക്ക് അല്ലെങ്കിൽ എഴുത്താണി വളയൻ എന്ന് പറഞ്ഞൊരു പവിഴപ്പാമ്പാണ്. ഇത് കേരളത്തിൽ പലയിടത്തും വളരെ സാധാരണമായിട്ട് കാണപ്പെടുന്ന ഒരു പാമ്പാണ്. സമതലങ്ങളിൽ കാണാറുണ്ട്, ഉയർന്ന സ്ഥലങ്ങളിലായ ഇപ്പം ഇടുക്കിയിലും വയനാട്ടിലൊക്കെ ഈ പാമ്പിനെ കാണാറുണ്ട്. ഇതൊരു ഇരുണ്ട ചുവപ്പ് കളറുന്ന നിറമുള്ളൊരു പാമ്പാണ്. അഡൽട്ടിന് ദേഹത്തൊക്കെ കറുത്ത വരകൾ കാണാൻ പറ്റും. ഇതിൻ്റെ ജുവനൈൽസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതിനെ കാണാൻ ഭയങ്കര രസമാണ്. ഇതിനെ കാണാൻ ഒരു പക്ഷേ കേരളത്തിലെ പാമ്പുകളുടെയൊക്കെ സൗന്ദര്യ മത്സരം നടത്തുകയാണെങ്കിൽ ചിലപ്പോൾ 1ാം സ്ഥാനം കിട്ടാൻ സാധ്യതയുള്ള, ജുവനൈൽസിന് 1ാം സ്ഥാനം കിട്ടാൻ സാധ്യതയുള്ള പാമ്പാണ് ഈ ബിബ്രോൺസ് കോറൽ സ്നേക്ക്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇവിടെ വയനാട്ടിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പാമ്പിനെ കണ്ടിട്ടില്ലായിരുന്നു. ജുവനൈൽസ് കഴിഞ്ഞിടയ്ക്കാണ് എനിക്ക് കാണാൻ പറ്റിയ അഡൽട്ടിനെ. ജുവനൈൽസിനെ ഇതിനെപ്പറ്റി കണ്ടിട്ടില്ല. ഞങ്ങളുടെ സ്റ്റാഫ് താമസിക്കുന്നിടത്ത് നിന്ന് അവരുടെ കിച്ചണിൽ ചെറിയൊരു പാമ്പിനെ അവർ കണ്ട്. അപ്പോൾ അവർ ഈ കോരി കൊണ്ട് ഇതിനെ കോരിയെടുത്തിട്ട് രാവിലെ അടിച്ചു വരുന്ന സമയത്ത് എന്നിട്ട് ഒരു ഫോണിലൊരു ഫോട്ടോ എടുത്തത്, എന്നിട്ട് നമ്മുടെ ഒരു സ്റ്റാഫ് എനിക്ക് അയച്ചു തന്നിട്ട് എന്നെ വെളിയിലോട്ട് ഇങ്ങനെ എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് പടം എടുത്ത് ഇതെന്ത് പാമ്പാണ്. ഞാൻ പറഞ്ഞു ഇതിനെ എവിടെ കണ്ടു. ഞാൻ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോഴത്തേക്കും ഒരു ജുവനൈൽ കോറൽ സ്നേക്ക്, ഈ ബിബ്രോൺസ് കോറൽ സ്നേക്ക്. ഞാൻ പിന്നെ വണ്ടി എടുത്ത് അവിടെ പോയിട്ടൊക്കെ അരിച്ച് പെറുക്കി തപ്പിയിട്ട് എനിക്ക് ഈ പാമ്പിനെ കാണാൻ പറ്റിയിട്ടില്ല. ഒരു പക്ഷേ അത് ഏതെങ്കിലും മണ്ണിനടിയിലോട്ടോ അല്ലെ ഏതെങ്കിലും കല്ലിനടിയിലോട്ട് കയറി രക്ഷപ്പെട്ടു പോയി കാണും. ഈ പാമ്പ് കേരളത്തിൻ്റെ പല സ്ഥലത്തും ഉണ്ട്. ഒരു പക്ഷേ കൂടുതലായിട്ട് കാണപ്പെടുന്നത് പാലായിലൊക്കെ. ഞാൻ കുറേയേറെ ഫോട്ടോസ് കാണാറുണ്ട്. പാലായുടെ അടുത്തും തീക്കോയും എന്നൊക്കെ പറയുന്ന സ്ഥലത്തൊക്കെ ധാരാളം ഈ പാമ്പിനെ കാണാറുണ്ട്. ഞങ്ങളുടെ ഒരു മാഷുണ്ട് പാമ്പുകളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു മാഷ്, ഉണ്ണികൃഷ്ണൻ മാഷാണ്. ഞങ്ങൾ വിളിക്കുന്ന പാമ്പുണ്ണി മാഷ് എന്നാണ്. പാമ്പിനെക്കുറിച്ചൊക്കെ ചെറിയ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പാലയ്ക്കടുത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് വീട്ടിനടുത്ത് നിന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ ഇടാറുണ്ട്. അപ്പം ഞാൻ കുറേ വർഷമായിട്ട് മാഷിനെ വിളിച്ച് ചോദിക്കാറുണ്ട് ഈ പാമ്പിനെ എവിടെ കാണാൻ പറ്റും, വന്നാൽ കാണാൻ പറ്റും. അപ്പോൾ അദ്ദേഹം പറയാറുണ്ട് വീടിനടുത്തുള്ള ഈ റബ്ബർ തോട്ടത്തിലും അടുത്തുള്ള കാട്ടിലും ഒക്കെ സ്ഥിരമായിട്ട് ഈ പാമ്പിനെ കാണാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ കേരളത്തിൻ്റെ പല സ്ഥലത്തും കാണാറുണ്ട്. അങ്ങ് തിരുവനന്തപുരത്ത് കാണാറുണ്ട്, കോട്ടയത്ത് കാണാറുണ്ട്, ഇടുക്കിയിലുണ്ട് പാമ്പ്, വയനാട്ടിൽ കുറേ സൈറ്റിംഗ് ഉണ്ട് ഈ പാമ്പിന്. അപ്പം വളരെ ഡിസ്ട്രിബ്യൂഷനുള്ളൊരു പാമ്പാണ് ഈ ബിബ്രോൺസ് കോറൽ സ്നേക്ക്. ഈ ബിബ്രോൺസ് കോറൽ സ്നേക്കിനെ മിമിക് ചെയ്യുന്ന ഒരു കവചവാലം പാമ്പുണ്ട്. ആ പാമ്പിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലില്ല. ഞാൻ ആരെങ്കിലും സുഹൃത്തുക്കളുടെ ഉണ്ടെങ്കിൽ അത് തപ്പിയെടുത്ത് ഇവിടെ ഇടാൻ ശ്രമിക്കാം. എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനൊരു പാമ്പ് വയനാട്ടിലുണ്ട്, ഈ കവചവാലം പാമ്പ് ഈ ബിബ്രോൺസ് കോറൽ സ്നേക്കിനെ മിമിക് ചെയ്യാറുണ്ടെന്നുള്ളത്. അടുത്തത് ബഡോംസ് കോറൽ സ്നേക്ക് അല്ലെങ്കിൽ പുള്ളിപ്പവിഴപ്പാമ്പെന്നാണ് ഇതിന് മലയാളത്തിലുള്ള പേര്. ഈ പാമ്പിനെ കേരളത്തിൽ കണ്ടിട്ടുള്ള അഗസ്ത്യമല മലനിരകളിൽ മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. വേറെ എങ്ങോട്ടും ഈ പാമ്പിനെ അധികം കണ്ടിട്ടില്ല. പിന്നെ തമിഴ്നാട്ടിലെ കുറേ ഭാഗങ്ങളിലും ഈ പാമ്പിനെ കണ്ടെത്തിയിട്ടുണ്ട്. വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു പാമ്പാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു 10ൽ താഴെ പ്രാവശ്യം മാത്രമാണ് ഈ പാമ്പിനെ ആൾക്കാർ കണ്ടെത്തിയിട്ടുള്ളത്. കൂടുതലായിട്ടും കണ്ടെത്തിയിട്ടുള്ള റോഡ് കില്ല്, ഏതെങ്കിലും വണ്ടി കയറി ചത്തിട്ടുള്ള പാമ്പുകളുടെ സ്പെസിമൻ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ഇതൊരു തവിട്ട് നിറത്തിലുള്ളൊരു പാമ്പാണ്. ദേഹത്തൊക്കെ കറുത്ത പൊട്ടുകൾ ഉണ്ട്, തലയിൽ കറുത്ത നിറമുണ്ട്. അതോടൊപ്പം തന്നെ ഇളം മഞ്ഞ നിറത്തിലോ ഇളം വെള്ള നിറത്തിലോ ഉള്ള മാർക്കിങ് തലയിൽ കാണാൻ പറ്റും. ബഡോംസ് കോറൽ സ്നേക്ക് വളരെ അത്യപൂർവമായിട്ട് പാമ്പായതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊന്നും തന്നെ ഇല്ല, അധികം ആൾക്കാർ കണ്ടിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇല്ല. ഞാൻ പല സയൻറ്റിസ്റ്റുകൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നവരോടൊക്കെ വിളിച്ച് ചോദിച്ചു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവുന്ന. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞൊരു പാമ്പാണ് ഈ ബഡോംസ് കോറൽ സ്നേക്ക്. ഇതൊക്കെയായിരുന്നു കേരളത്തിലെ പവിഴപ്പാമ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ. ഇവരുടെ ഭക്ഷണ രീതി എല്ലാം ഏകദേശം ഒരുപോലാണ് എല്ലാ പവിഴപ്പാമ്പുകളിലൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നിൻ്റെ എടുത്ത് പറയാതിരുന്നത്. നിങ്ങൾ പവിഴപ്പാമ്പിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കമൻറ്റ് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. കീപ് വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.